വലിയൊരു തർക്കാണെന്ത്? റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അർശിലിരുന്നു, അർശിന്റെ വിഷയം. അപ്പൊ പറയണത് കണ്ടോ, മുജാഹിദിന്റെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന ആളാ. കസേരയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അർശിന്മേൽ ഉപവിഷ്ടനാകുന്ന അള്ളയാണ് എന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? എന്താ നമ്മളിലുള്ള വീക്ഷണം? അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനാണോ? അതെ. എങ്ങനെ? നമുക്കറിഞ്ഞൂടാ. ഉപവിഷ്ടനാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിയും, പക്ഷെ എങ്ങനെയാണ് നമുക്ക് തിരിയൂല. അതെങ്ങനെയാണ് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്, അത് വിശ്വസിക്കലോ നിർബന്ധവുമാണ് എന്ന് മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നിങ്ങൾ നേരത്തെ കേട്ടല്ലോ. ഇതേ മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളൂ. ഇതന്നെയാണ് ഇവര് എഴുതിയത്. നോക്കൂ നിങ്ങൾ, സുന്നി വോയിസിൽ കാണാം എന്താ പറയുന്നത്, ശരിക്കും ശ്രദ്ധിച്ചോ? നമ്മൾ പറയുന്ന അതേ കാര്യം സുന്നി വോയിസുകാരനും പറയുന്നു. സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷേ അല്ലാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല. അക്കാര്യം നിഷേധിക്കുന്നത് കുഫ്റാണ്. പഠിച്ചു വെച്ചോ? അക്കാര്യം നിഷേധിക്കുന്നത് കുഫ്റാണ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ള രൂപം അജ്ഞേയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം ബിദ്അത്താണ്. അനസ് ഇബ്നു മാലിക്കും ഇമാം ബുഖാരിയുമൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വീക്ഷണം വിശദീകരിച്ചിട്ടുണ്ട്. സുന്നി വോയിസുകാരൻ എന്തു പറയുന്നു? ഇതിലപ്പുറം എന്താ മുജാഹിദുകൾ പറഞ്ഞത്? ഇതിലപ്പുറം എന്താ സുഹൃത്തുക്കളെ അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദുകൾ പറഞ്ഞത്? ഇനി നിങ്ങൾ നോക്കൂ, വലിയൊരു കംപ്ലൈന്റ്, അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇവരെ അള്ളാഹ് പിന്നെ